39 ശ്ലോകമാണ് നമുക്ക് കാണേണ്ടത്. കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞു ഗുരുവിനെ ശരണം പറഞ്ഞ ആ ശിഷ്യൻ ഗുരുവിനെ സ്തുതിക്കുക 2 ശ്ലോകത്തിൽ ചെയ്തത്. 37ഉം 38ഉം ശ്ലോകങ്ങളിൽ ഒരു മഹാത്മാവിന്റെ സ്വഭാവത്തെ, മഹിമയെ പറയുക. അങ്ങനെയുള്ള ഒരു മഹാത്മാവായ ഗുരുവാണ് അങ്ങ് എന്നാണ് ശിഷ്യൻ ഗുരുവിനോട് പറയണത്. അപ്പോ എപ്രകാരമാണോ സൂര്യപ്രകാശമേറ്റ് ചുറ്റുപഴുത്ത് കിടക്കുന്നതായ ഈ ഭൂമിയെ സ്വയം ചന്ദ്രൻ തൻ്റെ കിരണങ്ങളെ കൊണ്ട് കുളിർപ്പിക്കുന്നത്, അതുപോലെയാണ് മഹാത്മാക്കള് സ്വാഭാവികമായും തന്നെ സമീപിക്കുന്ന ആ അജ്ഞാനികളുടെ, സംസാരികളുടെ ദുഃഖത്തെ ഇല്ലാണ്ടാക്കി തീർക്കണമെന്നർത്ഥം. ചന്ദ്രന് അതിന് പ്രത്യേകിച്ച് ശ്രമം ആവശ്യമില്ല എന്നർത്ഥം. ചന്ദ്രന്റെ പ്രസൻസ് മതി, അല്ലേ? ചന്ദ്രന്റെ സാന്നിധ്യം മതി. ഇതുപോലെ മഹാത്മാക്കളുടെ സാന്നിധ്യത്തിൽ നമ്മൾ എത്തിപ്പെട്ടാൽ മതി, അവരെ കൺവട്ടത്ത് എത്തിപ്പെട്ടാൽ മതി. അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞത് അവിടുത്തെ കടാക്ഷം, ആ കണ്ണിന്റെ ഗുരുദേവൻ പറയും, ഗുരു അതിനു വേണ്ടിയിട്ട് ഒട്ടും ബുദ്ധിമുട്ടണ്ട, തല തിരിക്കും കൂടി വേണ്ടത്രേ. ഇങ്ങനെ ഇരിക്കുക, ഗുരു സ്ട്രെയിറ്റ് ആയിരിക്കണമെങ്കിൽ ആ കണ്ണിന്റെ കട കൊണ്ട് നിന്ന് ഇങ്ങനെ കടാക്ഷിച്ചാൽ മതി. നമ്മുടെ കണ്ണിനെ ഒന്ന് ഇങ്ങനെ ഇടത്തോട്ടോ വലത്തോട്ടോ ഇങ്ങനെ കൊണ്ടുപോകണതിന് വല്ല പ്രയാസമുണ്ടോ? ആ കടക്കൻ കണ്ടുകൊണ്ടുള്ളൊരു വീക്ഷണം ഉണ്ടായാൽ മതി, ഞാൻ രക്ഷപ്പെടും. ഇതല്ലേ ശിഷ്യൻ പറഞ്ഞതും. പക്ഷെ അത്ര എഫർട്ട്ലെസ് ആണ് മഹാത്മാക്കളുടെ പ്രസൻസ് തന്നെ, സാന്നിധ്യം തന്നെ. ഒരാൾക്ക് ശാന്തി, സമാധാനം ഒക്കെ ഉണ്ടായിക്കൊടുക്കും, ശുദ്ധി ഒക്കെ ഉണ്ടായിക്കൊടുക്കും. പിന്നെ അവരുടെ ഉപദേശം കൊണ്ട് അജ്ഞാനവും തീരും. അല്ലയോ? ഇനി വീണ്ടും നേരത്തെ പറഞ്ഞതിന്റെ കണ്ടിന്യൂവേഷനാണ്. എന്ത്? ഗുരുവിനെ സമീപിച്ചിട്ട് ഞാൻ എന്താ പറഞ്ഞത്? ഒരു രൂപകത്തിലൂടെ ആണല്ലോ പറഞ്ഞത്. സംസാരമാവുന്ന സംസാരത്തെ കാട്ടുതീയിനോട് ഉപമിച്ചു. ആ കാട്ടുതീയിന്റെ അടുക്ക് പെട്ടിരിക്കുന്ന തന്നെ കൊടും കാറ്റടിച്ചിട്ട് ഉണ്ടാവുന്ന ചൂട് കൊണ്ട് വല്ലാതെ തവിപ്പിച്ചുകൊണ്ടിരിക്കണം. സംസാരത്തെ കാട്ടുതീയിനോട് ഉപമിച്ചു. കാറ്റിനെ പൂർവ്വകർമ്മ പാപത്തിന്റെ ഫലമായി താൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ക്ലേശങ്ങളോട് ഉപമിച്ചു. അവിടുന്ന് രക്ഷിക്കാൻ ഗുരുവിനെ സാധിക്കുള്ളൂ. അവിടെ എന്ത് ചെയ്യണം? ആ തീ കിടന്നെങ്കിൽ വലിയ വർഷം ഉണ്ടാവണം, മഴ പെയ്യണം, വേണ്ടേ? ഇവിടെ ഗുരുവിന്റെ കാരുണ്യ വർഷം എന്നിലുണ്ടാവണം, അനുഗ്രഹ വർഷം എന്നിലുണ്ടാവണം. എന്നാൽ മാത്രമേ ഈ സംസാര ദുഃഖത്തിൽ എനിക്ക് മോചനം നേടാൻ സാധിക്കുള്ളൂ. അതിന് ഞാൻ അങ്ങേ ശരണമടയുന്നു, അങ്ങല്ലാതെ വേറൊരു ആശ്രയം എനിക്കില്ല, എനിക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞിട്ടാണ് ശരണമടഞ്ഞത്. അതിന് തുടർച്ചയാണ്. അതിനിടയിൽ 2 ശ്ലോകം ഗുരുവിന്റെ മഹിമ അല്ലെങ്കിൽ മഹാത്മാവിന്റെ മഹിമ സ്തുതിച്ചതാണ്. ഗുരുസ്തുതി മഹാത്മാക്കളുടെ സ്തുതിയാണ്. ഇനി വീണ്ടും പൂർവ്വശ്ലോകത്തിന്റെ ശിഷ്യൻ പറഞ്ഞതിന്റെ ബാക്കി പറയണം. എങ്ങനെയാണ് തന്നെ ഗുരു അനുഗ്രഹിക്കേണ്ടത്? ബ്രഹ്മാനന്ദരസാനുഭൂതി കലിതൈഃ പൂതൈഃ സുശീതൈഃ സിതൈഃ യുഷ്മത് വാക്കലശോഛിതൈഃ ശ്രുതിസുഖൈഃ വാക്യാമൃതൈഃ സേജയാം സന്തപ്തം ഭവതാപദാവദഹന ജ്വാലാഭിരേനം പ്രഭോ ധന്യാസ്തേ ഭവദീക്ഷണക്ഷണഗതേഃ പാത്രീകൃതാ സ്വീകൃതാഃ ബ്രഹ്മാനന്ദരസാനുഭൂതി കലിതൈഃ പൂതൈഃ സുശീതൈർയുതൈഃ യുതൈഃ എന്നുമുണ്ട്, സിതൈഃ എന്നുമുണ്ട് കേട്ടോ പാഠഭേദം. സുശീതൈർയുതൈ എന്നാണ് എടുക്കാം, സിതൈന്ന് എടുക്കാം, 2 പാഠഭേദമുണ്ട്. യുഷ്മത് വാക്കലശോജ്ജിതൈഃ ശ്രുതിസുഖൈഃ വാക്യാമൃതൈഃ സേജയാം സന്തപ്തം ഭവതാപദാവദഹന ജ്വാലാഭിരേനം പ്രഭോ ധന്യാസ്തേ ഭവദീക്ഷണക്ഷണഗതേഃ പാത്രീകൃതാ
സ്വീകൃത. ഈ ശ്ലോകത്തിൽ പറയണത് നേരത്തെ സൂചിപ്പിച്ചു, കാട്ടുതീയിലാണ് ഞാൻ, സംസാരമാവുന്ന കാട്ടുതീയിന്റെ അടുക്കപ്പെട്ടിരിക്കുകയാണ് ഞാൻ. എന്നിട്ടോ പൂർവ്വ പാപത്തിന്റെ ഫലമാവുന്ന ദുഃഖങ്ങളാൽ അത്യധികം ക്ലേശിച്ചുകൊണ്ടും ഇരിക്കുന്നു. അങ്ങനെയുള്ള എന്നെ രക്ഷിക്കാൻ എന്താ വേണ്ടത്? വലിയ മഴ പെയ്താലല്ലേ ആ കാട്ടിൽ ആ തീ കെടുള്ളൂ. ഇവിടെ എന്ത് ചെയ്യണം? അങ്ങ് സേജയാ, അങ്ങനെ കുളിർപ്പിച്ചാലും. ഷവറിയ, സേചനം ചെയ്യാൻ വെച്ചാൽ ഷവറിയ, ഡ്രഞ്ച്, കുളിപ്പിക്ക. എങ്ങനെ? അവിടുത്തെ വാക്യാമൃതൈ സേജയാ, അങ്ങയുടെ വാക്കുകളാകുന്ന അമൃതവർഷം കൊണ്ട് എന്നെ കുളിർപ്പിച്ചാലും. അപ്പോൾ നേരത്തെ ആ ഒരു രൂപകം മറക്കാൻ പാടില്ല. താരതമ്യപ്പെടുത്തി, സംസാരത്തെ താരതമ്യപ്പെടുത്തുന്നത് കൊടുങ്കാറ്റിനോട്. കൊടുങ്കാട്ടിലെ ആ ദാവാനലിനോട്, കാട്ടുതീയിനോട്, താൻ അനുഭവിക്കുന്ന ആ സംസാര ദുഃഖങ്ങളെ ഉപമിച്ചത് ആ ഭയങ്കര കൊടുങ്കാറ്റിനോട്. അതിനടുക്കിരിക്കുന്നതായ എനിക്ക് സ്വന്തം നിലയ്ക്ക് രക്ഷപ്പെടാൻ പറ്റില്ല, വലിയൊരു മഴ ഈശ്വരാനുഗ്രഹം കൊണ്ടുണ്ടാവണം. ഇതുമാതിരി എന്നെ ഈ ദുഃഖത്തിൽ നിന്ന് മോചിപ്പിക്കാൻ എന്താണ് വഴി? വാക്യാമൃതൈ സേജയ, സേജയ, എന്നെ കുളിർപ്പിച്ചാലും. എന്തുകൊണ്ട് കുളിർപ്പിക്കണം? അല്ലെങ്കിൽ എന്നെ അഭിഷേകം ചെയ്താലും എന്നൊക്കെ പറയാം. എന്തുകൊണ്ടാണ്? വാക്യാമൃതൈഹി, അങ്ങയുടെ വാക്കുകളാകുന്ന അമൃത് കൊണ്ട്. എന്ന് പറഞ്ഞ എന്താർത്ഥം? വാക്കുകളാവുന്ന അമൃതധാര കൊണ്ട് എന്നെ കുളിപ്പിക്കൂ, അഭിഷേകം ചെയ്യിക്കൂ എന്ന് പറഞ്ഞ എന്താർത്ഥം? എന്നെ ഉപദേശിക്കൂ എന്നർത്ഥം. എങ്ങനെ ഈ ഞാൻ അനുഭവിക്കുന്ന സംസാര സങ്കടങ്ങളും ദുഃഖങ്ങളിൽ നിന്ന് പുറത്തു കിടക്കാൻ സാധിക്കും, ഇതിനെങ്ങനെ അതിവർത്തിക്കാൻ കഴിയുന്ന എന്നെ പഠിപ്പിക്കൂ, ഉപദേശിക്കൂ, പ്ലീസ് ടീച്ച് മീ. അതാണ് അതിനർത്ഥം. ആരെ? എന്നെ, ഏനം, ഇവനെ. സന്തപ്തം, തപിക്കാൻ കഷ്ടപ്പെടുക. സന്തപ്തം സമ്യക്കാകുമെണ്ണം, അത്യധികം കഷ്ടപ്പെട്ടുകൊണ്ട് ക്ലേശിച്ചുകൊണ്ട് ആ സംസാര ദുഃഖങ്ങളിൽപ്പെട്ട് എരിവിരി കൊണ്ടുകൊണ്ടിരിക്കുന്നതായ എന്നെ, ഏനമെന്നെ. എന്താണ് ഈ ദുഃഖത്തിന് കാരണം? ഭവ താപ ദാവദഹന ജ്വാലാഭി ഏനം. ഭവം സംസാരം, താപം ചൂട്, ദാവം കാട്, ദാവദഹനം കാട്ടുതീയ്, അതിന്റെ ജ്വാലാഭി, അതിന്റെ ജ്വാലകളെ കൊണ്ട്. അപ്പൊ നേരത്തെ പറഞ്ഞ ആ രൂപകത്തിനോട് ഇതിനെ കണക്ട് ചെയ്യണം. എന്താ പറഞ്ഞത്? ഓൾറെഡി ഞാൻ സംസാരമാകുന്ന ആ കാട്ടുതീനെ എടുക്കാം. അപ്പോ ഭവ താപ ദാവദഹന ജ്വാലാഭിഹി, ദാവദഹനൻ കാട്ടുതീയ്, ആ കാട്ടുതീയിൽ പെട്ടിരിക്കുന്ന ഞാൻ അതിന്റെ ജ്വാലകളാൽ അത്യന്തം സന്തപ്തം, തപിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെയുള്ള ഏനമെന്നെ വാക്യാമൃതൈ സേജയ, അങ്ങയുടെ ഉപദേശങ്ങളെ കൊണ്ട്, ഉപദേശവർഷം കൊണ്ട്, അമൃതസമാനമായിട്ടുള്ളതായ അങ്ങയുടെ ഉപദേശാമൃതം കൊണ്ട് എന്നെ കുളിർപ്പിച്ചാലും. ആണ്, കവിതയാണ്. അതെല്ലാം പോയറ്റാണ് പുറത്തു വരുന്ന നാട്ടിലും അല്ലേ? അതുകൊണ്ട് ഗുരുദേവൻ പറയാം, ഫിലോസഫി വെഡഡ് ടു പോയട്രി. തത്വചിന്തയും കവിതയും തമ്മിൽ വിവാഹം കഴിച്ചു, സ്വാമിയുടെ ഭാഷയിൽ പറയുന്നത്. എന്താണ് തത്വചിന്ത കാവ്യാത്മകമായിട്ട് പറയുമ്പോൾ അതിന് വിരസതയില്ലാണ്ടാവും, ഡ്രൈനസ് ഉണ്ടാവില്ല. മനസ്സിലായോ? രസം ഉണ്ടാവും. ഈ ശ്ലോകങ്ങൾ ചെല്ലണം എന്ത് രസം, കേൾക്കാൻ എന്ത് രസം. ബ്രഹ്മാനന്ദരസാനുഭൂതി കലിതൈ ഭൂതൈ സുശീതൈര്യുതൈ യുഷ്മത്വാക്കലശോചിതൈ ശ്രുതിസുധൈ വാക്യാമൃതൈ സേജയാ സന്തപ്തം ഭവതാപദാവദഹനജ്വാലാഭിരേനം പ്രഭോ ധന്യാസ്തേ ഭവതി ക്ഷണക്ഷണഗതേ പാത്രീകൃതാ സ്വീകൃതാ. രസല്ലേ കേൾക്കാൻ? അത് ഞാൻ അർത്ഥം കൂടി അറിഞ്ഞിട്ട് കേൾക്കുമ്പോൾ അതിനേക്കാൾ രസം, ഭാവത്തോടുകൂടി. എങ്ങനെയുള്ള വാക്യാമൃത സേവയ എന്ന് പറഞ്ഞല്ലേ? അങ്ങനെയുള്ള അങ്ങയുടെ വാക്കുകളാകുന്ന അമൃതവർഷം കൊണ്ട് എന്നെ കുളിർപ്പിച്ചാലും. എങ്ങനെയുള്ളതാണ് അങ്ങയുടെ വാക്കുകൾ?
ആ സുഖൈഹി ശ്രുതി സുഖൈഹി ചലോ സുഖമായിട്ടുള്ളതാ, സുഖത്തെ തരുന്നതാ. കേൾക്കാൻ വളരെ സുഖ. കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിന്റെ ആ ഉപദേശം കേൾക്കുന്നതിന് മനസ്സ് കുളിർക്കും, തണുക്കും, അങ്ങനെയുള്ളതാ. ശ്രുതി സുഖൈ എന്നുള്ള രണ്ടർത്ഥം. ശ്രുതി എന്ന് വെച്ചാൽ വേദം എന്നൊരർത്ഥം. ഗുരു പറയണ ഓരോ വാക്കും തന്റെ സ്വന്തം അഭിപ്രായമല്ല, പിന്നെയോ വേദവാക്യത്തെ പറയണത്. മനസ്സിലായോ? ഇൻ ലൈൻ വിത്ത് സ്ക്രിപ്ചറൽ ഇൻജങ്ഷൻ. മനസ്സിലായോ? ശാസ്ത്രം എന്ത് പറഞ്ഞോ ആ ശാസ്ത്രവാക്യത്തെയാണ് ഗുരു ഉപദേശിക്കുന്നത്. അതുകൊണ്ട് ശ്രുതി സുഖൈ, കേൾക്കാൻ സുഖമുള്ളതായിട്ടുള്ളതും അതുപോലെ കേട്ടാൽ മനസ്സിന് കുളിർമയുണ്ടാകണതും മനസ്സിന്റെ താപങ്ങൾ ദുഃഖങ്ങളൊക്കെ ഇല്ലാണ്ടാക്കി തീർക്കുന്നതും ശാസ്ത്രാനുസാരിയായിട്ടുള്ളതുമായ അവിടുത്തെ ഉപദേശം കൊണ്ട് എന്നെ ആശ്വസിപ്പിച്ചാലും എന്റെ ദുഃഖം തീർത്താലെന്ന ആശയം. ഇനി ശ്രുതി സുഖം എന്ന് പറഞ്ഞാലോ കേൾക്കാൻ സുഖമുള്ളതെന്നർത്ഥം. ശ്രവണസുഖം അല്ലേ? സത്സംഗത്തിന് പോകുമ്പോ എന്താ, സത്സംഗം കേട്ട ഉടനെ ആള് ബ്രഹ്മജ്ഞാനിയായിട്ടല്ല. നമ്മൾ പല പ്രയാസം വിഷമത്തോടു കൂടി ചെന്നു, കുറച്ചു നേരം ആ 1 മണിക്കൂർ സത്സംഗത്തിൽ കേട്ടിരുന്നു, എഡിറ്റ് വരുമ്പോ എന്തൊക്കെയോ സംഭവിച്ചു, കുറെ എന്തൊക്കെയോ മനസ്സിൽ നിന്ന് ഭാരം പോയിട്ടല്ലേ പോരണേ. അതാണ് കേൾക്കുമ്പോ സുഖമുണ്ട്. മനസ്സിലായോ? കേൾക്കുമ്പോ സുഖമുള്ളത് എന്ന് ഒരർത്ഥം. അത് സ്ഥൂലാർത്ഥം ശ്രുതി സുഖ എന്നുള്ളതിന്. സൂക്ഷ്മാർത്ഥം എന്താ? ശ്രുതി എന്ന് വെച്ചാൽ വേദം. വേദവാക്യങ്ങളെയാണ് ഗുരു പറഞ്ഞു തരുന്നത്. അതുകൊണ്ട് ഗുരു തന്റെ കപോലകൽപിതമായ ആശയങ്ങളല്ല. അതിനു വേണ്ടിയിട്ടാണ് ഗുരു ശാസ്ത്രീയനാവണം, ശാസ്ത്രത്തെ വേദാന്തത്തെ വേറൊരു ആചാര്യന് വേണ്ട പോലെ പഠിച്ചിട്ടുള്ള ആളാവണം എന്ന് പറഞ്ഞത്. അത് കേൾക്കാൻ സുഖമാണ് താനും, കേട്ടാൽ മനസ്സിനും സുഖമാണ് താനും. മനസ്സിലായില്ലേ? അങ്ങനെയുള്ളതായ അങ്ങയുടെ ഉപദേശാമൃതം കൊണ്ട് എന്നെ കുളിർപ്പിച്ചാലും. എവിടുന്നാണ് ഈ വാക്കുകൾ വരുന്നത്? യുഷ്മത്, അങ്ങയുടെ അവിടത്തേടെ വാക് കലശ ഉച്ചിതൈഹി, അങ്ങയുടെ മുഖമാകുന്ന കലശത്തിൽ നിന്ന് പ്രവഹിക്കുന്ന ശ്രുതിസാരമായിട്ടുള്ളതായ കേൾക്കാൻ സുഖകരമായിട്ടുള്ളതായ വാക്യാമൃതം കൊണ്ട്, ഉപദേശാമൃതം കൊണ്ട് എന്നെ കുളിർപ്പിച്ചാലും. അതൊക്കെ ഓരോ വാക്കും. യുഷ്മത്, അങ്ങയുടെ വാക് കലശം. കലശത്തിൽ നിന്ന് വെള്ളം ഒഴിക്കുമല്ലോ നമ്മളിങ്ങനെ, കലശം കൊണ്ട് ഇങ്ങനെ അല്ലേ, ഇങ്ങനെ കലശം കൊണ്ട് ഇങ്ങനെ വെള്ളം ഇങ്ങനെ അഭിഷേകമൊക്കെ ചെയ്യുന്ന കണ്ടല്ലേ. ഇതുമാതിരി ഇവിടെ കലശം ഏതാ? കലശത്തോട് ഉപമിച്ചതിന് ഒക്കെ ഉപമാ അലങ്കാരമാണ്. ഒക്കെ അദ്ദേഹത്തിന്റെ വാക്കിനെയാണ്, മുഖത്തെയാണ് കലശത്തോട് ഉപമിച്ചത്. ആ വാക്ക് കലശം എന്ന് പറഞ്ഞാൽ മുഖകലശം. ആ മുഖത്തു നിന്നാണല്ലോ ഈ വാക്കുകൾ പുറപ്പെടുന്നത്. അതെ, ഉജ്ജിതയിഞ്ചാലോ പുറത്തേക്ക് പ്രവഹിക്കുന്ന അങ്ങയുടെ മുഖകലശത്തിൽ നിന്ന് പ്രവഹിക്കുന്ന ശാസ്ത്ര സാരമായിട്ടുള്ളതായ കേൾക്കാൻ ഇമ്പമുള്ളതായ സുഖമുള്ളതായ ഉപദേശാമൃതം കൊണ്ട് സംസാരമാകുന്ന കൊടുങ്കാട്ടിൽ, ആ ഘോരമായ കാട്ടുതീയിന്റെ നടുക്കിൽപ്പെട്ട് അത്യധികം ചുട്ട് പൊള്ളി ഇരിക്കുന്ന സന്തപ്തം ചത, ചുട്ടുപൊള്ളുക എന്നൊക്കെ നമ്മൾ പറയില്ലേ, ചൂടടിച്ചിട്ട്, അങ്ങനെ ഇരിക്കുന്ന എന്നെ കുളിർപ്പിച്ചാലും. നോക്കൂ, നമുക്ക് ചുട്ടുപഴുത്തിരിക്കുന്ന സമയത്ത് ചൂടുവെള്ളമല്ല ഒഴിക്കണ്ടേ, തണുത്ത വെള്ളമാണ് അല്ലേ? മനസ്സിലായോ? അപ്പൊ ഈ വാക്കുകൾ എങ്ങനെയുള്ളതാ? അടുത്ത് പറഞ്ഞു, സുശീതൈഹി യുതൈഹി. ശീതം തണുത്ത, സുശീതം വെച്ചാലോ നല്ലോണം തണുത്ത. അങ്ങയുടെ വാക്കുകൾ എങ്ങനെയുള്ളതാണ്? കൂളിംഗ് ഇഫക്റ്റ് തരുന്ന വാക്കുകളാണ്. ആണ് വാക്കിന്റെ അർത്ഥം. ചുട്ടിരിക്കുന്ന സമയത്ത് ഒരു നല്ല മഴ പെയ്തു കഴിഞ്ഞാൽ നമുക്ക് എന്തൊരു ആശ്വാസമല്ലേ, അന്തരീക്ഷത്തിലായാലും ശരി നമുക്കായാലും ശരി. ഇതുപോലെയാണ് സംസാരമാകുന്ന കാട്ടുതീയിലെ പൂർവപാപങ്ങളുടെ ഫലമാകുന്ന ദുഃഖങ്ങളാകുന്ന കാറ്റടിച്ച് അത്യധികം തപിച്ചിരിക്കുന്നതായ എന്നെ അങ്ങയുടെ തണുത്ത അമൃതസമാനമായ ഉപദേശം കൊണ്ട് ആശ്വസിപ്പിച്ചാലും കുളിർപ്പിച്ചാലും, എൻ്റെ മനസ്സിനെ കുളിർപ്പിച്ചാലും. ഇനി എങ്ങനെയുള്ളതാണ് അങ്ങയുടെ വാക്ക്? അതാണ് പറയണത് സുശീതൈഹി. അപ്പൊ ചൂടുവെള്ളമല്ല, സുശീതം, തണുത്ത വെള്ളം. വെള്ളം തണുത്തതാണ്. ഇതുപോലെ അങ്ങയുടെ വാക്കുകൾ എങ്ങനെയാ? സുശീതൈഹി, കൂളിംഗ് വേർഡ്സ്. ആ വാക്കുകൾ, ആ ഗുരുവിന്റെ വാക്കുകൾ, ഉപദേശം കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിന്റെ ഭാരം പോകുന്നു, മനസ്സ് ശാന്താവുന്നു. തണുത്ത് വരുന്ന ഒരാള്, കുറച്ച് വെയിലെത്തുന്ന ഒരാൾ വരുമ്പോൾ അയാള് കുറച്ച് തണുത്ത വെള്ളം കുടിക്കാൻ കൊടുത്താൽ അത് കുടിക്കുമ്പോൾ എന്തൊരു ആശ്വാസം ഉണ്ടാവും, ഇതുമാതിരി ഉണ്ടാവും.
ലൗകിക ഉദാഹരണം നമുക്ക് മനസ്സിലാവൂലേ? ഇതുമാതിരി ഗുരുവിനെ സമീപിച്ച് ഗുരുവിന്റെ ഉപദേശം കേട്ടിട്ടുള്ള ആൾക്കാർക്ക് ഇതൊക്കെ മനസ്സിലാവും. ഇല്ലെങ്കിൽ ദുഃഖം വരുമ്പോൾ ഇങ്ങനെ പോവുക, മനസ്സിലായില്ലേ? നമുക്ക് അതിനു വേണ്ടിയിട്ട് ഉപദേശിക്കാം. അപ്പൊ സുശീതൈഹി എങ്ങനെയുള്ളതാണ് അവിടുത്തെ വാക്കുകൾ? അത്യന്തം ശീതത്വം, തണുത്തതാണ്. ഇനി ബ്രഹ്മ ആനന്ദരസ അനുഭൂതികലിതൈഹി, അവിടുത്തെ ഉപദേശങ്ങൾ എങ്ങനെയുള്ളതാണ്? ശരീരത്തിനെ കുളിർപ്പിക്കുക മാത്രമല്ല ചെയ്യണത്. പൂതൈഹി, ആ വാക്ക് പൂതം ച പ്യൂരിഫൈ, പരിശുദ്ധമാക്കുന്നതാണ്. നമ്മുടെ ഹൃദയത്തെ, മനസ്സിനെ ശുദ്ധീകരിക്കുന്നതത്രേ. അപ്പൊ ഈ ഗുരുവിന്റെ ഉപദേശങ്ങള് ഒന്ന് ശാസ്ത്രാനുസാരിയാണ്, രണ്ടാമത് അത് നമ്മളെ കുളിർപ്പിക്കുന്നു, നമ്മുടെ ചൂടിനെ, സംസാര താപത്തെ, ദുഃഖത്തെ ഇല്ലാണ്ടാക്കി തീർക്കണു. മൂന്നാമത് അത് ശരീരത്തിന് കുളിർമ കൊടുക്കണു, മനസ്സിനോ ശുദ്ധിയും തരുന്നു. പൂതൈ എന്ന് പറഞ്ഞാൽ പരിശുദ്ധമാക്കുന്നതായ വാക്കുകൾ, എൻ്റെ മനസ്സിനെ ശുദ്ധീകരിക്കുന്ന വാക്കുകൾ. എങ്ങനെയുള്ളതാണ് അങ്ങനത്തെ ആ പരിശുദ്ധമാക്കുന്ന വാക്കുകൾ? അനുഭൂതികലിതൈഹി, അനുഭൂതിയിൽ നിന്ന് വരുന്നതാ. വെറും ബുദ്ധിപരമായ ഒരു അറിവല്ല ഒരു ട്രാൻസ്ഫോം ചെയ്യുന്നത്, കൈമാറുന്നത്. പിന്നെയോ ഇന്റലക്ച്വൽ നോളജ് അല്ല, പിന്നെയോ എക്സ്പീരിയൻഷ്യൽ നോളജ്. ഗുരുവിന്റെ സ്വാനുഭൂതിയിൽ നിന്ന് വരുന്ന ആ ശ്രവണമാത്രത്തിൽ ശിഷ്യന്റെ മനസ്സിനെ ശുദ്ധീകരിക്കുന്നതും ശരീരത്തെ കുളിർപ്പിക്കുന്നതും എല്ലാ സംസാര ദുഃഖങ്ങളെയും ഇല്ലാണ്ടാക്കി തീർക്കുന്നതുമാണ് ആ വാക്കുകൾ. അപ്പൊ ഈ വാക്കുകളുടെ വിശേഷമാണ് ഇതൊക്കെ കേട്ടോ. കുളിർപ്പിക്കൂ സേജയ, അതാണ് ക്രിയാപദം. എന്നെ കുളിർപ്പിക്കൂ. എന്തുകൊണ്ട്? വാക്യാമൃതൈഹി, അങ്ങയുടെ വാക്യ ഉപദേശാമൃതം കൊണ്ട്. ആ വാക്യാമൃതത്തിന്റെ വിശേഷണങ്ങളാണ്. എങ്ങനെയുള്ള വാക്കുകളാണത്? യുഷ്മത് വാക്കലശോചിതൈഹി ശ്രുതിസുഖൈഹി, അങ്ങയുടെ മുഖകലശത്തിൽ നിന്ന് പ്രവഹിക്കുന്നതും, ശ്രുതിസുഖൈഹി ശാസ്ത്രസാരമായിട്ടുള്ളതും, കേൾക്കാൻ സുഖമുള്ളതും, സുശീതൈ തണുത്തതായിട്ടുള്ളതും, പൂതൈഹി മനസ്സിനെ ശുദ്ധീകരിക്കുന്നതും, അനുഭൂതികലിതൈഹി അനുഭൂതിയിൽ നിന്ന് പുറപ്പെടുന്നതും. രസ എങ്ങനെയുള്ള അനുഭൂതിയാണ്? ബ്രഹ്മാനന്ദരസം. ഇവിടുന്ന് വരുന്നതാണ് ആ ബ്രഹ്മാനന്ദത്തിന്റെ രസാനുഭൂതിയിൽ നിന്ന് വരുന്നതാണ്. രസം എസൻസ്, സാരം. ബ്രഹ്മാനന്ദത്തിന്റെ രസം. ബ്രഹ്മാനന്ദാണ് ഏറ്റവും വലിയ ആനന്ദം, മനസ്സിലായോ? ഇൻഫിനിറ്റ് പ്ലേസ്, അനന്തമായ ആനന്ദം. ആ അനന്തമായ ആനന്ദത്തെയാണ് ഗുരു തൻ്റെ ആ ആത്മസാക്ഷാത്കാരത്തിലൂടെ കൈവരിച്ചത്. ആ ബ്രഹ്മാനന്ദത്തിന്റെ രസത്തിന്റെ അനുഭൂതി കലർന്ന, കേൾക്കുന്ന മാത്രമേ ശിഷ്യന്റെ ഹൃദയത്തെ പരിശുദ്ധമാക്കുന്ന, ശരീരത്തെ കുളിർപ്പിക്കുന്ന, എല്ലാ ദുഃഖങ്ങളെയും ഇല്ലാണ്ടാക്കി തീർക്കുന്ന അങ്ങയുടെ ഉപദേശാമൃതം കൊണ്ട് എന്നെ കുളിർപ്പിക്കൂ, എന്നെ അഭിഷേകം ചെയ്യൂ. സന്തപ്തം ഭവതാവതാവദഹനജ്വാലാഭിരേനം പ്രഭു, എങ്ങനെയുള്ള എന്നെ അത്യധികം തപിച്ചുകൊണ്ട്, സങ്കടപ്പെട്ട് ദുഃഖിച്ചുകൊണ്ടിരിക്കുന്ന എന്നെ. എങ്ങനെ ഞാൻ ദുഃഖിക്കുന്നു? ദുഃഖിക്കാൻ എന്താ കാരണം? ഭവ താപ ദാവദഹനം, സംസാരമാകുന്ന കാട്ടിലെ ആ കാട്ടിന്റെ നടുക്കുപെട്ട്, ആ കാട്ടുതീയിന്റെ നടുവിൽപ്പെട്ട് അത്യധികം ദുഃഖിച്ചുകൊണ്ടിരിക്കുന്ന എന്നെ. അപ്പൊ സംസാര ദുഃഖങ്ങളാകുന്ന കാട്ടുതീയിന്റെ ജ്വാലകളേറ്റ് വെന്തെരിയുന്ന എന്നെ അവിടുത്തെ ബ്രഹ്മാനന്ദത്തിന്റെ രസാനുഭൂതിയോട് കൂടിയതും, സർവപാപങ്ങളെ നശിപ്പിച്ച് മനസ്സെ ശുദ്ധീകരിക്കുന്നതും, ശീതളവും നിർമ്മലവും കർണ ആനന്ദകരവും ശാസ്ത്രസാരമായിട്ടുള്ളതുമായ ആ അങ്ങയുടെ കലശത്തിൽ നിർഗളിക്കുന്ന ആ വാക്യാമൃതം കൊണ്ട്, ഉപദേശാമൃതം കൊണ്ട് എന്നെ അഭിഷേകം ചെയ്താലും. എന്നിട്ട് പറയണു, ധന്യാഹ തേ ധന്യാഹ, അവര് ധന്യരാ, അവർ ധന്യന്മാര്. ആരാണോ ഭവദീക്ഷണ ക്ഷണകൃതേഹ പാത്രീകൃതാഹ, ക്ഷണനേരത്തേക്കെങ്കിലും, ഒരു സമയെങ്കിലും ഭവദീക്ഷണ, അങ്ങയുടെ ഈക്ഷണത്തിന്, ആ കടാക്ഷത്തിന് പാത്രീഭൂതരായവര്, അങ്ങയുടെ ആ കാരുണ്യ കടാക്ഷം ഒരു ക്ഷണനേരത്തേക്കെങ്കിലും ആരിൽ പതിയാനിട വന്നോ അതിന് ഭാഗ്യം ചെയ്തവരെ, അതിന് പാത്രീഭൂതരായവരൊക്കെ ധന്യാഹ, അവർ ധന്യന്മാരാണ്.
അല്പമെങ്കിലും ഗുരുവിന്റെ കൃപാ കടാക്ഷം ഏൽക്കാൻ ഇടയായിട്ടുള്ള ആൾക്കാര് ധന്യരാ. സ്വീകൃതാഹ, അവര് അങ്ങേ ആ കടാക്ഷത്തിലൂടെ ആ മഹാത്മാക്കൾ ഗുരുക്കന്മാര് അവരെ സ്വീകരിച്ചു കഴിഞ്ഞു. മനസ്സിലായോ? അവരെ സംരക്ഷണത്തിൽപ്പെട്ടു കഴിഞ്ഞു. അങ്ങനെ ആ ഗുരു കടാക്ഷത്താൽ അവരാൽ സംരക്ഷിക്കപ്പെട്ടു കഴിഞ്ഞവര് ധന്യരാണ്. ചുരുക്കത്തിൽ എന്താ ഈ ശ്ലോകത്തിൽ വലിയ കാവ്യാത്മകമായിട്ട് പറഞ്ഞതാണ്. ഗുരുവിന്റെ കടാക്ഷമേൽക്കാൻ ഭാഗ്യമുണ്ടായവര് ധന്യർ. അതൊരു ക്ഷണനേരായിരുന്നു മതി. മനസ്സിലായോ? അപ്പൊ പിന്നെ അവരുടെ ഉപദേശങ്ങളൊക്കെ കിട്ടാൻ ഭാഗ്യം ഉണ്ടായവരുടെ കഥ പറയണമെന്ന് ചോദിക്കുക. പൂതൈ എന്ന് പറഞ്ഞുകൊണ്ട് പവിത്രത, നമ്മുടെ മനസ്സിനെ ശുദ്ധീകരിക്കാനുള്ള കഴിവുണ്ട് ആ വാക്കുകൾക്ക്. ശീതത്വം വെച്ചാൽ ശരീരത്തിനെയും മനസ്സിനെയൊക്കെ കുളിർപ്പിക്കാൻ ഉള്ള കഴിവുണ്ട്, തണുപ്പിക്കാനുള്ള കഴിവുണ്ട്. കലശത്തിലാണ് അമൃതിരിക്കുന്നത്. ഇതുമാതിരി ഗുരുവിന്റെ മുഖമാകുന്ന കലശത്തിലാണ് ഈ വാക്ക് ഉപദേശാമൃതം ഇരിക്കുന്നത്. വാക്കുകൾ മുഖത്തുനിന്നാണല്ലോ വരുന്നത്. അതെ. പിന്നെ സർവ്വ പാപങ്ങളെ നശിപ്പിക്കുന്നതാണ്. അതുകൊണ്ട് പൂതം. സുശീതൈർ യുദൈഹി, യുദൈ എന്ന് പറഞ്ഞാൽ തണുത്തതായ, സിതൈ എന്ന് പറഞ്ഞാൽ നിർമ്മലം എന്നർത്ഥം. ചില പുസ്തകത്തില് സുശീതൈർ യുദൈ എന്നുണ്ട്, ചിലത് സുശീതൈ സിതൈ. വ്യത്യാസമില്ല. യുദൈ എന്ന് പറഞ്ഞാൽ അതോട് കൂടി ചേർന്ന എന്നർത്ഥം, ഒരർത്ഥമുള്ളൂ. എൻഡോഡ് വിത്ത്. സിതൈ എന്ന് പറഞ്ഞാൽ നിർമ്മലമായിട്ടുള്ള വാക്കുകൾ, അത്രേ ഉള്ളൂ. ശ്രുതിസുഖം എന്ന് പറഞ്ഞുകൊണ്ട് കേൾക്കണ സമയത്ത് ആനന്ദം, ശ്രവണകാലത്തിന്റെ സന്തോഷം, ശാസ്ത്രത്തിന്റെ സാരം എന്ന് പറഞ്ഞത് ശ്രുതി വേദം. അപ്പൊ അങ്ങനെ ആരാണോ ആ ഗുരുനാഥന്റെ അനുഗ്രഹത്തിന്, ഇങ്ങനെയുള്ള മഹാത്മാക്കളുടെ കൃപാ കടാക്ഷത്തിന് ഒരു നിമിഷ നേരമെങ്കിലും പാത്രമായവര്, ഒരു ക്ഷണനേരെങ്കിലും അവർക്ക് ലഭിച്ചത്, അവർ ധന്യരാണ്. ചുരുക്കത്തിൽ പറഞ്ഞെന്താ? അല്ലയോ ഗുരുനാഥ, ഞാൻ അത്യധികം ഞാൻ ഈ പ്രാപഞ്ചിക ജീവിതത്തിൽ അത്യധികം കഷ്ടപ്പെടുന്നു, ദുഃഖിതനാകുന്നു, വലഞ്ഞു. അങ്ങനെയുള്ള എന്നിൽ അവിടുന്ന് കൃപ ചെയ്യണമേ. ഈ ദുഃഖഭൂയിഷ്ടമായ സംസാരത്തിൽ നിന്ന് മോചനം നേടാനുള്ള മാർഗം എന്തെന്ന് അരുളി ചെയ്ത് എന്നെ അനുഗ്രഹിക്കണേ. അങ്ങനെ വലിയ അലങ്കാര ശൈലിയിൽ പറഞ്ഞാണ് അത്, കാവ്യശൈലിയിൽ. പക്ഷെ വളരെ രസകരമായിട്ടുള്ളതാണ്. അപ്പൊ ഓൾറെഡി ശിഷ്യൻ സംസാരമാവുന്ന പെരുങ്കാട്ടില് ആ കാട്ടുതീന നടുക്ക് പെട്ടിരിക്കുക. ആ ആളെ മഴ പെയ്ത് വേണമല്ലേ തീ കെടുത്താൻ. ഇവിടെ എന്തായി മഴയോട് ഉപമിച്ചത്? ഗുരുനാഥന്റെ ആ ബ്രഹ്മാനന്ദത്തിന്റെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ആ അനുഭൂതി നിറഞ്ഞതായ ആ വാക്കുകള് അദ്ദേഹത്തിന്റെ മുഖത്ത് നിന്ന് ഒഴുകി വരുന്നതിനെ അമൃതപ്രവാഹമായിട്ട് അല്ലെങ്കിൽ അമൃതവർഷമായിട്ട് ഉപമിച്ചു. ആ ഉപദേശം കൊണ്ട് വേണം അങ്ങയുടെ അനുഭൂതിയിൽ നിന്ന് വരുന്ന ആ ശ്രുതിസാരമായ വാക്കുകളുടെ ആ ശ്രവണം കൊണ്ട് ഞാൻ ശുദ്ധനും ഞാൻ മുക്തനും ഞാൻ ധന്യനും എല്ലാമായി തീരണം. അതിനെന്നെ അനുഗ്രഹിക്കൂ. അങ്ങയുടെ കൺവെട്ടത്ത് എത്തിയവര്, അങ്ങയാൽ സ്വീകരിക്കപ്പെട്ടവര് ഒക്കെ ധന്യന്മാരാണ്. അങ്ങേ കണ്ടതുകൊണ്ട് തന്നെ ഞാൻ ധന്യനാണെന്ന് ഗുരു ശിഷ്യൻ വെളിപ്പെടുത്തുക. മനസ്സിലായോ? അങ്ങനെയുള്ള ആളാണ് അങ്ങ്. ശരി, ഹരിയോ.